ഇതാണ് നമ്മുടെ ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം. പണികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ നാട്ടുകാർ തുറന്നതുകൊണ്ട് അതാണ്ട വലിയാറ്റിലൊക്കെ മലവെള്ളം ഇറങ്ങി കിടക്കുവാണ്. എന്തായാലും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മുടെ നാട്ടിൽ. അതാണ്ട വലിയാറ്റിലൊക്കെ മലവെള്ളം ഇറങ്ങി കിടക്കുവാണ്. ഇപ്പോഴും പൊടിക്ക് ഡ്രിസിലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ക്യാമറയിൽ വെള്ളം വീണൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. മൈക്ക് അടിച്ചു പോവും. അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യുവാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്ത് വയ്ക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം. പണികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ നാട്ടുകാർ തുറന്നതുകൊണ്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ 3-4 ട്രെയിൻ പോയിട്ടാണ് ഗേറ്റ് തുറക്കുന്നത്. പക്ഷേ പാലം നാട്ടുകാരായിട്ടാണ് തുറന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ആദ്യം തന്നെ ഒരു ക്യാപ്റ്റൻസി പിടിച്ചത് നമ്മുടെ മനുച്ചേട്ടനാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹരിതയുടെ ഹസ്ബൻഡാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല, ഞാൻ എവിടെ അത് കണ്ടായിരുന്നു. എന്തായാലും അത് നന്നായി. ആരെങ്കിലുമൊക്കെ ഇതുപോലെ മുന്നോട്ട് വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളേ. എന്തായാലും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. ഈ നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല. ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിൽ നിൽക്കുന്ന ആളെ മാത്രം നോക്കി, അതായത് ക്യാൻഡിഡേറ്റിനെ മാത്രം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊണ്ട് കുത്തിക്കയറ്റയാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് മാറാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ബ്ലോക്ക്, ഈ പാലമൊക്കെ വന്നെങ്കിൽ പോലും ബസ് സ്റ്റാൻഡ് മാറ്റിയില്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്കായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു നിയമസഭ ഇലക്ഷന് നമുക്കറിയാവുന്ന ആൾ അതാരാണോ, ഏതൊരു പാർട്ടിയിലായാലും ആ പാർട്ടിയിൽ നിൽക്കുന്ന ആൾ, അത് ചിഹ്നം നോക്കിയല്ല കുത്തേണ്ടത്. നമുക്കറിയാവുന്ന ആൾ എന്തുമാത്രം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യും. നമ്മളൊരു പ്രശ്നവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് തീർത്തു തരാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ആൾക്ക് വേണം വോട്ട് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും പാർട്ടി നോക്കി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിഹ്നം നോക്കി കുത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. ചില സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു പാർട്ടി ആയിരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മളിനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വോട്ട് കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അവരുടേത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരൊന്നും ചെയ്യത്തുമില്ല, നമ്മളെന്തായാലും അവർ ജയിപ്പിച്ച് വിടുകയും ചെയ്യും. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ 5 വർഷം ഒരാൾ നിന്ന് അടുത്ത വർഷം വേറൊരാളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു പാർട്ടിയാണെങ്കിലും അവരവിടെ വർക്ക് ചെയ്യും നല്ല രീതിക്ക്. കാരണം അടുത്ത വർഷവും നമുക്ക് ഭരണം പിടിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു നമ്മുടെ അവിടുത്തെ ആ ഒരു വാർഡെങ്കിലും നമുക്ക് കളയാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് അവർ 100% ചെയ്യും. സോ അങ്ങനെയുള്ളവർ അതാരായിക്കോട്ടെ അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് കൊടുക്കുക.